ഇസ്രായേൽ അമേരിക്കൻ സഖ്യസേന കൊലപ്പെടുത്തിയ ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ പിൻഗാമിയായി സയ്യിദ് ജലീലിയെ നിയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ സെക്രട്ടറിയായി സയ്യിദ് ജലീലിയെ നിയോഗിക്കുന്ന ഉത്തരവിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമനയി ഒപ്പുവെച്ചതായാണ് വിവരം. അദ്ദേഹം ചുമതല ഏറ്റെടുത്തു എന്നും പറയുന്നുണ്ട്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ എന്ന പദവി അടക്കം ഇറാൻ ഭരണകൂടത്തിന്റെ വിവിധ ഉന്നത പദവികളിൽ സേവനം അനുഷ്ഠിച്ച ഒരു നേതാവാണ് സയ്യിദ് ജലീലി. ഇറാന്റെ ആണവ ചർച്ച സംഘത്തിന്റെ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. ആണവ പദ്ധതിയുടെ മുഖ്യ നയകൈകാര്യ തന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇറാനിയൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ബന്ധങ്ങളുള്ള ഒരാളാണ് ജലീലി. അടുത്തിടെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം റൗണ്ടിൽ മസൂദ് പെസഷ്കിയാന്റെ എതിരാളിയായിരുന്നു സയ്യിദ് ജലീലി. ഇറാനിലെ മഷാദിൽ കുർദ് വംശജനായ പിതാവിന്റെയും അസർബൈജാനിയായ മാതാവിന്റെയും മകനായി 1965 സെപ്റ്റംബർ 6-നാണ് സയ്യിദ് ജലീലിയുടെ ജനനം. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ കർബല 5-ൽ പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വലതുകാലിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിളിപ്പേരും ജലീലിക്ക് ലഭിച്ചിരുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ PhD നേടിയ അദ്ദേഹം ഇമാം സാദിഖ് യൂണിവേഴ്സിറ്റിയിൽ പ്രോഫറ്റ്സ് ഡിപ്ലോമസി എന്ന വിഷയം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ചേരിയിലെ രാജ്യങ്ങളോടുള്ള കടുത്ത നിലപാടുകൾക്ക് പേരുകേട്ട ആളാണ് സയ്യിദ് ജലീലി. എന്നാൽ റഷ്യയുമായും ചൈനയുമായും ശക്തമായ ബന്ധങ്ങൾക്കായി വാദിക്കുന്ന ആളുമാണ് ജലീലി. 1989-ൽ ജലീലി തന്റെ അധ്യാപന തസ്തികയ്ക്ക് പുറമെ വിദേശകാര്യ മന്ത്രാലയത്തിലും ജോലി ചെയ്യാൻ ആരംഭിച്ചു. 95 മുതൽ 96 വരെ അദ്ദേഹം മന്ത്രാലയത്തിലെ പരിശോധനാ ഓഫീസിന്റെ ഡയറക്ടറായിരുന്നു. 2001-ൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ഓഫീസിൽ നയ ആസൂത്രണത്തിന്റെ സീനിയർ ഡയറക്ടറായി അദ്ദേഹത്തെ നിയമിച്ചു. 2002-ൽ ജലീലിയെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലും അംഗമാക്കി. 2005-ൽ അഹമ്മദ് നജാദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ജലീലിയെ യൂറോപ്യൻ അമേരിക്കൻ കാര്യങ്ങളുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായി നിയമിച്ചു. 2007 ഒക്ടോബർ 20-ന് അലി ലാരിജാനിക്ക് പകരക്കാരനായി ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ചർച്ചകൾക്ക് അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു. നിലവിൽ ഇറാനിയൻ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിയും മൊജ്തബ ഖമനയുടെ സംരക്ഷകനുമാണ് ജലീലി. ഖമനയുടെ തികഞ്ഞ അനുയായി എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എടുത്തു പറയേണ്ടത് നിർബന്ധിത ഹിജാബിന്റെ ശക്തനായ വക്താവ് കൂടിയാണ് ജലീലി എന്നതാണ്. അതേപോലെ ആണവോർജ്ജം വികസിപ്പിക്കാനുള്ള ഇറാന്റെ പദ്ധതികളെ ശക്തമായി ന്യായീകരിക്കുന്ന ആളുമാണ് ജലീലി. ചൈനയുമായി അടുപ്പമുള്ള വ്യക്തിയാണ് ജലീൽ. നേരത്തെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെ വധിച്ച ഇസ്രായേൽ നടപടിയെ അപലപിച്ച് ചൈന രംഗത്ത് വന്നിരുന്നു. ഇറാനിയൻ നേതാക്കളെ ലക്ഷ്യമിടുന്നത് ഇനിയും അംഗീകരിക്കാനായില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗത്തെ ഞങ്ങൾ എന്നും എതിർക്കുകയാണ് ചെയ്തത്. ഇറാനിയൻ രാഷ്ട്ര നേതാക്കളെ വധിക്കുകയും സിവിലിയൻ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ഇനിയും അംഗീകരിക്കാനായില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.